ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഷിജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ദുഃഖ വാർത്തയൊക്കെ കേട്ടാണ് നമ്മളെല്ലാവരും ഉണർന്നതല്ലേ. അപ്പോൾ വീഡിയോ ചെയ്യാനൊന്നും ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടേന്ന് വെച്ചിട്ട് അങ്ങ് ചെയ്തതാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മളെല്ലാവരും വളരെ ദുഃഖത്തിലാണ്. കേരളീയർ മൊത്തം ഒരു ദുഃഖം കഴിഞ്ഞില്ല, അതിന് മുമ്പ് അടുത്ത ഒരു ദുഃഖവാർത്തയെ നമുക്ക് കേൾക്കേണ്ടി വന്നു ഇന്ന് രാവിലെ. അപ്പോൾ എല്ലാം ശുഭമായിട്ട് അവസാനിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ട് സുരക്ഷിതമായിട്ടിരിക്കുക. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, മഴയൊക്കെയല്ല, അപ്പം മീനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കമീനും ചക്കക്കുരു ഇട്ടിട്ട് ഒരു ഉണക്കമീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാ. ഇപ്പോൾ അടുപ്പേ തീ കത്തുകയാണ്, ചോറ് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള, എനിക്കതൊക്കെ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. അപ്പോൾ അവിടാണ് നമ്മുടെ ഉണക്കമീൻ കുട്ടന്മാർ ഇരിക്കുന്നത്, വേണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മൾ നേരെ എടുത്തിട്ട് ചട്ടിയിലോട്ടിടാം. ഇവിടെ ഇങ്ങനെയാണ് ഉണക്കമീൻ വെക്കുന്നത്. ഇച്ചിരിയും വെക്കുന്നുള്ളൂ. ഇവിടെ ഉണക്കമീൻ പിന്നെ അങ്ങനെ അധികം കൂട്ടത്തില്ല. അപ്പച്ചൻ മാത്രമേ കൂട്ടാറുള്ളൂ, അമ്മച്ചി കൂട്ടാറില്ല. അപ്പം ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന ഉണക്കമീൻ. ഇത് നമുക്കിത്തിരി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഇടാം. അതിൻ്റെ ഉപ്പും എല്ലാം പോട്ടെ. അപ്പം നമ്മൾ ഉണക്കമീൻ വെള്ളം ഒഴിച്ചിട്ടേ, നമ്മുടെ അരി തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉണക്കമീൻ തന്നെയല്ല കേട്ടോ വെക്കുന്നത്, ചക്കക്കുരു ഇട്ടിട്ടാണ് ഉണക്കമീൻ കറി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് പൊളിക്കാൻ. ഇത് ഇത്രയും വേണ്ട, ഞാൻ എടുത്തു വച്ചു എന്നേ ഉള്ളൂ, ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഉണക്കമീനും ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുന്നു. അപ്പം ഞാൻ ചക്കക്കുരു പൊളിച്ചിട്ട് വരട്ടെ. അപ്പം ഞാൻ ചക്കക്കുരു പൊളിച്ചെടുത്തിട്ടുണ്ടേ. ചക്കക്കുരുൻ്റെ ഇതേണ്ടേ, ഇങ്ങനെ വെളുപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ ചുരണ്ടിയപ്പോൾ അങ്ങ് ചുരണ്ടി പോയെന്നേ ഉള്ളൂ, ഇത്രയും വെളുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതുപോലെ ഇരുന്നാൽ മതി. ഈ തോല് കളയണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഈ തോല് കളയണ്ടെന്നുള്ളത്. അപ്പം ഇങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. ആരും വെളുപ്പിച്ചൊന്നും ചുരണ്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പച്ച കളറൊക്കെ ഞാൻ കളഞ്ഞേക്കാം കേട്ടോ, ഞാൻ അറിയാതെ വീണുപോയാണ് അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഞുറുക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ ചക്കക്കുരു ഞുറുക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഞുറുക്കുന്നത്, നീളത്തിൽ കേട്ടോ. അപ്പം ഇത് നോക്കൂ, നീളത്തിലാണ് ഞാൻ ഞുറുക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. ഒരു കറയുണ്ട് കേട്ടോ, ഈ അരക്കെന്നൊക്കെ പറയത്തില്ലേ ചക്കയുടെ പോലെ, അതുപോലെ ആ പൊടിയും എല്ലാം അതിന് പോരും. ഒത്തിരി കഴുകലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ചട്ടിയിലോട്ട് വരിയിട്ട് കൊടുക്കാവേ. അപ്പോൾ ഉണക്കമീനായതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിൽ ആണ് വെക്കുന്നത്. ഇതൊക്കെ പാവങ്ങളുടെ കറിയാണ് കേട്ടോ, നമ്മൾ പാവങ്ങളുടെ കറിയാണ്.
ആദ്യം ചക്കക്കുരു അങ്ങ് വേവിക്കണം. അപ്പം നമുക്ക് ആദ്യം ചക്കക്കുരു വേവിക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഇച്ചിരി വേവുണ്ടല്ലോ ചക്കക്കുരുവിന്. അപ്പം ഇത്രയും വെള്ളം ഇരുന്നോട്ടെ. ഇത്രയും വെള്ളം ഇരുന്നോട്ടെ. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചു. നമുക്ക് അടച്ചു കൊടുക്കാവേ. അപ്പം നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചക്കക്കുരു വേവുമ്പോഴത്തേന് നമുക്ക് ഉണക്കമീൻ വെട്ടിയെടുക്കാം. അപ്പം ഞാൻ ഉണക്കമീൻ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പം അത് ഇത് രണ്ട് സൈസ് മീനാണ്. അത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇതേ നമ്മുടെ 2 എണ്ണം എടുത്തു. അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. 2 സൈസ് ആയതുകൊണ്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇതിപ്പോൾ രണ്ടും കുറേശ്ശെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ചക്കക്കുരു വെന്തോന്ന് തുറന്ന് നോക്കാം. വെന്ത് കാണത്തില്ല, എന്നാലും നമുക്കൊന്ന് തുറന്ന് നോക്കിയേക്കാം. വെന്തിട്ടില്ല കേട്ടോ, വെന്തിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ വേവട്ടെ. കുറച്ചുകൂടെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചക്കുരു ഇടണം. അപ്പം ഞാൻ അരി വെന്തോന്ന് നോക്കട്ടെ. വെന്തിട്ടില്ല. അപ്പോൾ നമുക്കപ്പോൾ ഇനി ഇത് കറിക്ക് അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ എടുക്കാവേ. അപ്പോഴത്തേന് ചക്കക്കുരുവൊക്കെ വേവുമ്പോഴത്തേന് തേങ്ങയൊക്കെ തിരുമ്മി വെക്കാം. അപ്പം നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാൻ സമയമായി കാണും. തുറന്ന് നോക്കാവേ. ചൂട് അര വേവായിട്ടുണ്ട്. അപ്പം നമുക്കിനി മീനിട്ട് കൊടുക്കാം. ചക്കക്കുരുവിൻ്റെ കളറാണ് കേട്ടോ അങ്ങനെ വെന്ത് വെള്ളത്തിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത്. അത് വേവുമ്പോഴേ അതിന് പുറത്തൊരു തൊലിയുണ്ടല്ലോ, ആ തൊലിയുടെ കളറാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പം ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേന് നമുക്ക് അരയ്ക്കാനുള്ള അരപ്പൊക്കെ റെഡിയാക്കാവേ. അപ്പം ഞാൻ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ചെറിയ ഉള്ളി, ഒരു 1.5 സ്പൂണ് മുളക് പൊടിയേ. 1.5 തികച്ചൊന്നും വേണ്ട, അത് ഇച്ചിരി കുറച്ച് മതി. വേണ്ടേ? അപ്പം ഇത്ര മുളക് പൊടി കുറച്ച്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാവേ.
അപ്പം നമുക്ക് അതിലേക്ക് വേണ്ട പുളി വേണം കേട്ടോ. അപ്പം ഞാൻ ആ പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പുളി ഒന്ന് കുതിരട്ടെ. ഈ പുളിയാണ് ഇതിന് ചേർക്കുന്നത്. ഞങ്ങളൊക്കെ ഈ പുളിയാണ്, ഈ പിഴി പുളിയാണ് ചേർക്കുന്നത്, മറ്റേ മീൻ പുളിയല്ല കേട്ടോ. അപ്പം ഇത് ഇച്ചിരി നേരത്തെ എടുത്ത് വെള്ളത്തിൽ ഇടണം. അപ്പം തേങ്ങ അരച്ചിട്ട് വരാം. ഇതൊക്കെ എൻ്റെ ചെറിയ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോഴേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥിരം കറിയാണ് കേട്ടോ. ഈ ഉണക്കമീനും ചക്കക്കുരുവും കൂടെ ഇട്ട് പല ഉണക്കമീനുകളും എടുക്കും. ഒരു സൈസല്ല, എല്ലാ സൈസ് ഉണക്കമീനും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി വെക്കും. ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ഇതൊക്കെയാണ് കൂട്ടാനുകൾ. അല്ലാതെ മീനോ മറ്റേ എല്ലാ ദിവസവും മീനോ അങ്ങനെ ഒന്നുമില്ല. എൻ്റെയൊക്കെ ചെറുതിൽ ഞങ്ങളങ്ങനെയൊക്കെയാണ് എൻ്റെ അമ്മച്ചിയൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാവങ്ങളെ കൂട്ടാനെന്ന് പറഞ്ഞുകൊണ്ട്, ഇത് പാവങ്ങളല്ല, എല്ലാവരും ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുണ്ടാക്കാം. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കാര്യം മാത്രമാണ് പാവങ്ങളുടെ കൂട്ടാനെന്ന്. ഞങ്ങൾക്ക് വേറെ കൂട്ടാനൊന്നും അന്ന് കാണത്തില്ല. ഈ ഒരു കൂട്ടാൻ മാത്രമായിരിക്കും കൂട്ടി ഞങ്ങളൊക്കെ കഴിക്കണം. അത് അങ്ങനെ അന്നത്തെ കാലം അതല്ലേ. ഇപ്പോഴും ഞങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ഒരു കൂട്ടാനൊക്കെ കൂട്ടി തന്നെ ഞങ്ങളിപ്പോഴും ഒക്കെ എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ആണെങ്കിൽ മീനാണെങ്കിൽ മീൻ മാത്രം, ഈ കറിയാണെങ്കിൽ ഈ കറി മാത്രം, അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ പല പല കറികൾ മാറി മാറിയൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഇല്ല. അപ്പം ഇത് ഒഴിക്കുമ്പം, ഈ ജാറിൽ ഒഴിക്കുമ്പോൾ വെള്ളം സൂക്ഷിച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ തെറിക്കും. ഇത് ചെറിയ ജാറിലാണ് ഞാൻ അരയ്ക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളേ. അപ്പം ഞാനിത് അരച്ചിട്ട് വരാം. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് അരയണ്ട, ഒരു ശകലം തരിതരിപ്പ് വേണം കേട്ടോ. അങ്ങനെ അങ്ങ് എന്താ പറയുക, നന്നായിട്ട് അങ്ങ് അരയണ്ട, ഒരുമാതിരി തരിതരിപ്പ് വേണം കേട്ടോ. ഈ തരിതരിപ്പ് വേണം. അല്ല നമ്മുടെ മറ്റേ മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ അങ്ങ് അരയണ്ട, തരിതരിപ്പോടായിരിക്കണ്ടേ. അപ്പം നമുക്ക് ഉണക്കമീൻ വെന്തോന്ന് നോക്കാവേ. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. മീനിന് ഉപ്പുള്ളതാണെങ്കിലും അരപ്പും കൂടെയൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കുറവായിരിക്കുമേ. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി നമുക്ക് എല്ലാം ചേർത്ത് കഴിഞ്ഞ് നോക്കിയിട്ട് വേണമെന്നിടാം. ചക്കക്കുരു വെന്തോന്ന് നോക്കട്ടെ. ചൂട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ നല്ല പൊടിയായി കണ്ടോ. ഇനി നമുക്ക് അരപ്പ് ചേർക്കാവേ. അപ്പം നമുക്ക് കറി തുറക്കാവേ. തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചു കൊടുക്കാവേ.
അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞത്, ഇച്ചിരി അരപ്പൂടെ മിക്സിയിലിരുന്ന് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി കരിയാപ്പിലയും 2 പച്ചമുളക് ഞാൻ കീറി വെച്ചിരിക്കുന്നതാണ്, അതുകൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 തണ്ട് കരിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു ഉണക്ക മീനായതുകൊണ്ട് തന്നെ ഒരു ശകലം പോളം ഉലുവാപ്പൊടിയുടെ ഇട്ട് കൊടുക്കും. നമുക്ക് ശകല ഉലുവാപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ ഉലുവാപ്പൊടി, ഒരു ശകലം. മീൻ ഉണക്ക മീനായതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചക്കക്കുരുവിനൊന്നും നമുക്കത് വേണ്ട, ആവശ്യമില്ല. അപ്പോൾ ഉണക്ക മീനായതുകൊണ്ട് തന്നെ ഒരു ശകല ഉലുവാപ്പൊടി. അപ്പം കറി തിളച്ച് കുറുകട്ടെ. അപ്പം നമുക്ക് അടച്ചു കൊടുക്കാം. തീ ഇച്ചിരി കൂടി തന്നെ ഇരിക്കണം കേട്ടോ. അപ്പം നമുക്ക് കറി തുറന്ന് നോക്കാം. ആഹാ, കറിയൊക്കെ പറ്റാറായിട്ടുണ്ട് കേട്ടോ. പറ്റാറായിട്ടുണ്ട്. ഈ ചട്ടിയാണെങ്കിലുണ്ടല്ലോ അങ്ങോട്ട് ചെന്ന് ചരിഞ്ഞാണ് കിടക്കുന്നത്. സ്റ്റൗ ഒരു വശത്തോട്ട് ചരിഞ്ഞതാണ്. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ ഈ ചട്ടിക്ക് അടുക്കി പിടിക്കുന്ന. അപ്പം ഈ കറിയുടെ മണം കേട്ടപ്പോൾ ഉണ്ടല്ലോ എനിക്കെൻ്റെ പഴയ കാലം ഓർമ്മ വരുവാണ്. എന്നുവെച്ചാൽ എൻ്റെ അമ്മച്ചിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കി തരുമ്പോൾ കറിയൊക്കെ അടുപ്പിൽ വെക്കുമ്പോൾ ഈ ഒരു മണമാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ അമ്മയൊക്കെ പഴയ കാലവും എൻ്റെ അമ്മച്ചിയൊക്കെ എനിക്ക് ഓർമ്മ വരുവാണ്. അപ്പം നമുക്ക് അടച്ചു കൊടുക്കാം, ഒന്നുകൂടെ പറ്റട്ടെ. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കറി തുറന്ന് നോക്കാം. നമ്മുടെ കറിയെല്ലാം നല്ല പറ്റി വന്നിട്ടുണ്ട്. എല്ലാം നല്ല പറ്റി അതല്ലേ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത്രയും നല്ല കുറുകിയിരിക്കണം കേട്ടോ, വെള്ളം പോലെ ഇരുന്നാൽ കൊള്ളത്തില്ല. അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് കറി എടുക്കാൻ. ഇതിലെ കഷണമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഈ പാവങ്ങളുടെ ഉണക്കമീൻ കറി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ.